നമ്മളിപ്പോൾ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഇൻക്ലൂഡഡ് എന്തെല്ലാം പാരാസൈലിംഗ് നമ്മളെല്ലാം കമ്പൈൻ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ $120 ആയിട്ടുള്ളത്. അപ്പം നമ്മൾ $120 പാരാസൈലിംഗ്, കയാക്കിംഗ്, ജെറ്റ് സ്കൈ, പിന്നെ ഫൺ ട്യൂബ്, ഇത് 4 ചെയ്യാൻ പോകുന്നത്. നോക്കാം, ആദ്യം തന്നെ ഇപ്പം നമ്മൾ പാരാസൈലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. 3 മണിക്ക് അത് ചെയ്യാൻ തന്നെ, പിന്നെ ബെറ്റ് ആവുമല്ലോ, അതുകൊണ്ട് ആദ്യം തന്നെ അത് ചെയ്യാന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ഓരോ സ്ലോട്ട് ഉണ്ട് ഇവിടെ, സ്ലോട്ടിന് കണക്കായിട്ട്. അപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്യണം സ്ലോട്ട്. നമ്മളിപ്പോൾ ഹോട്ടലുകായി വന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടിയത്. ഇപ്പോൾ കണ്ട, നിങ്ങൾ ഇവിടെ നോക്ക്, ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്, സെറ്റാണ്. അപ്പം നമ്മളിനി വെയിറ്റിംഗ് ആണ് പാരാസൈലിംഗ് ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ബോട്ട്സ് ഇവിടെ ഉണ്ട്, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. മാളു റെഡിയല്ലേ? ഒബ്ജക്ഷൻ ഫോം ഒക്കെയാ ഫില്ല് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇവിടെയുള്ള ആളുകളെല്ലാം മുടി നീട്ടിയിട്ടുള്ളത്, ചെറുതായിട്ട് പേടിക്കണ്ടെന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. ഇവിടെയുള്ള കാണുന്ന ആള് തെച്ചും അങ്ങനെ തന്നെയാണ്. പറയാൻ അപ്പൊ നോ ഒബ്ജക്ഷൻ ഫോം എല്ലാം റീമോ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം വെയിറ്റിംഗിലാണ്. നമ്മളെ പേര് വിളിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പാരാസൈലിംഗ് ചെയ്യാം. റെഡി റീമോ? യെസ്. അപ്പൊ നമ്മള് പാരാസൈലിംഗിന് വേണ്ടിട്ട് പോകുന്നതാണ്. നമ്മളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ പാരാസൈലിംഗിന് വേണ്ടി നമ്മള് ബോട്ടിലേക്ക് പോകുന്നതാണ്. അപ്പം അതിന്റെ ഫുട്ടേജ് ഞങ്ങൾക്ക് അവളിപ്പോ കാണിച്ചു തരാം. അവരെന്നെ ഡ്രോൺ ഷോട്ട്സ് എടുക്കുന്ന പറയുന്നത്. ആ ഡ്രോൺ ഷോട്ട്സ് ഒക്കെ ഇവർ എടുത്തു തരുന്ന പറഞ്ഞത്. അത് നമുക്ക് ഇവിടെ ബോട്ട് വെയിറ്റിംഗ് ആണ്, അങ്ങോട്ട് പോകുന്നതാണ്. അത് മുടി നീട്ടി വളർത്തി പോകുന്ന ആളില്ലേ മുന്നിൽ കാണുന്നത്, അയാളാണ് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ബോട്ടിൽ വേറെ ആൾക്കാരുണ്ട്, വെയിറ്റിംഗ് ആണ്. 3 o'clock സ്ലോട്ടിലാണ് നമ്മള്. അപ്പൊ നമുക്ക് വേണ്ട ബോട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പാരാസൈലിംഗിന് വേണ്ടിട്ട് നമ്മളിപ്പോ ബോട്ടിൽ കൊണ്ടുവന്നാണ്. നമ്മളെ കൂടെ 2 ഫോറിനേഴ്സും കൂടി ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ബോട്ട്. ബോട്ട് എല്ലാ സെറ്റപ്പ് റെഡിയാണ്. അപ്പൊ നമ്മളെ കൂടെ ആൾക്കാരുണ്ട്, വേറെ 2 കപ്പിൾസ്. നമ്മൾ പോകുന്ന പാരാസൈലിംഗ്, ഇതെല്ലാം അതിന്റെ എക്യുപ്മെന്റ്സ് ആണ്. സാധനമല്ലോ പാരാസൈലിംഗിന്റെ സാധനമെല്ലാം അവർ ഇട്ട് തന്നിട്ടുണ്ട്. നമുക്ക് രണ്ടാക്കും ഇനി നമുക്ക് I told you that I never would. Told you I changed, even when I knew I never could. Know that I can't find nobody else as good as you. I need you to stay, need you to stay. ജീവരാഗവതുലഹരിതാ സ്നേഹമെന്ന മണിശലഭമിതാ കൂടഹാരത്തിൻ കുളകമിതാ കുറുമണി മുല്ലപ്പൂക്കളിതാ കൂടഹാരത്തിൻ കുളകമിതാ കുറുമണി മുല്ലപ്പൂക്കളിതാ ഒന്നായി അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പാരാസൈലിംഗ് ചെയ്തു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുന്ന് ചെയ്തതുകൊണ്ട് അത് പ്രത്യേക ഒരു ഇതാണ്. കാരണം നമ്മൾ കാണുന്ന കടൽ അത്ര അടിപൊളിയാണ്. അതും 2-3 ഷെയ്ഡായിട്ടാണ് നമുക്ക് കടൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇതുപോലത്തെ നല്ല ഡ്രോൺ വ്യൂസ് ആയിട്ടുള്ള ഷോട്ട്സ് ഒക്കെ അവർ തന്നെ എടുത്തു തരുന്നുണ്ട്. അത് നമ്മൾ ഇതേ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ആക്ഷൻ കാണിച്ചാൽ അവർ അപ്പം തന്നെ നമ്മൾ താഴത്തേക്ക് ഇറക്കുന്നവർ പറഞ്ഞു തന്നു. അപ്പൊ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മേലെ നിന്നിട്ട് ആ 3 കളറിലെ ബ്ലൂസ് ഈ ബോർഡർ കാണാൻ വേണ്ടി കിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ഇപ്പൊ നമ്മളെ കൂടെയുള്ള അടുത്ത കപ്പിൾ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കൂടെയുള്ള 2ാമത്തെ കപ്പിളും പോയിട്ട് തിരിച്ചെത്തി. ഇനി നമ്മൾ തിരിച്ച് കരയിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മൾ പോയിട്ട് വന്ന ബോട്ട്. നല്ല അടിപൊളി ബോട്ടാണ്. കഴിഞ്ഞു, ഇനി അടുത്ത ആക്ടിവിറ്റി എന്താന്ന് നോക്കാം. അപ്പൊ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജെറ്റ് സ്കൈയും ഫൺ ട്യൂബും ആണ്. അപ്പൊ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവരെ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ നമ്മളത് ചെയ്തിട്ട് വരാം.
ഫൺ ട്യൂബും ചെയ്തു. കിട്ടില്ല. പക്ഷെ നല്ല പേടിയുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത കയാക്കിംഗ് ഉണ്ട്, അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആക്ടിവിറ്റീസ് ഇവിടെ കുറെ ഉണ്ട്, ഓരോരുത്തർ പോകുന്നതാണ്ട. ഇതാ നമ്മളെ കഴിഞ്ഞ് വന്നതാണ് ജെറ്റ് സ്കൈ ആണത്. ഒരു വേറെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കടലിൽ കൂടെ കാർ ഓടിച്ചിട്ടുണ്ടോ? ഓടിക്കണമെന്നുണ്ടെങ്കിൽ നേരെ വന്നോ മാൾഡീവ്സിലേക്ക്. കടലില് കാറ് പോണതൊന്നും ചോദിക്കാൻ പറ്റും. ഒന്നത് അവിടെ നിർത്തിയിട്ടിട്ട് വേറെ ഒന്നിതാ ഇവിടെ പാർക്കിംഗ്. അപ്പൊ കടലിൽ കാർ ഓടിക്കേണ്ട ആള് വന്നോളി, ഓടിച്ചോളി. നമ്മളോ കയാക്കിങ് അല്ലേ, അതിന് കുറച്ച് പേടിയുണ്ട്. കാര്യം ഉണ്ടാവില്ല, ഞാനൊരു അപ്പൊ നമ്മളെ ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യും. വാട്ടർ ആക്ടിവിറ്റീസ് എന്തെല്ലാം ചെയ്തറിയുമ്പോ പറയാം. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റീസ് ഫൺ ട്യൂബ്, ജെറ്റ് സ്കൈ, അതുപോലെ തന്നെ കയാക്കിംഗ്, അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കയാക്കിങ് എനിക്ക് പേടിയായിരുന്നു. മാളൂര് കുറച്ച് പേടിയായി പോയി കയാക്കിംഗ്. അതുകൊണ്ട് നമ്മള് കയാക്കിംഗ് പിന്നെ ഇവിടെയുള്ള ഒരു ഗൈഡിനെയും കൂടി കൂട്ടി നമ്മൾ 3 പേരും കൂടി ഒരുമിച്ചിട്ട് പോയി. അങ്ങനെ ഡീപ്പിലോട്ടേക്ക് പോയില്ല. ആക്ടിവിറ്റീസ് ഒക്കെ അടിപൊളിയായിരുന്നു, അതൊരു രക്ഷയില്ല. ഈ ആക്ഷൻ ഇപ്പൊ കിട്ടിയതാ. എല്ലാത്തിനും ഇതാണ് സിമ്പിൾ. സ്പീഡ് കൂട്ടണമെങ്കിൽ ഇങ്ങനെ, കുറക്കണ്ടെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെ സ്റ്റോപ്പ് ആണെങ്കിൽ ഇങ്ങനെ. ഇത് കൺഫ്യൂസ് ആയിട്ട് വേറെ ആക്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ ആക്ഷൻ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സംഭവം പോയി. പിന്നെ ഒന്ന് റെഡി ആയതെല്ലാം നനഞ്ഞു, ഒന്ന് റെഡി ആയിട്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പോണം. അപ്പം ബാക്കിയുള്ള വ്യൂസ് നമ്മള് മറ്റേ പാരാസെയിലിംഗിന്റെ വീഡിയോസ് കിട്ടി. നമ്മള് പാരാസെയിലിംഗിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇനി നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സൺസെറ്റ് കാണാൻ പോണം. അതിനു മുന്നേ ഒന്ന് റെഡി ആയിട്ട് പോവാന്ന് ഇരിക്കുന്നു. ഇതാണ് ഇവിടെയുള്ള പാക്കേജസ്. അപ്പൊ നമ്മളെടുത്ത പാക്കേജാണ് നിങ്ങളിപ്പോ ലെഫ്റ്റ് സൈഡ് കാണുന്നത്. അതായത് പാരാസൈലിംഗ്, ജെറ്റ് സ്കൈ, ഫൺ ട്യൂബ്, കയാക്കിംഗ് എല്ലാം കൂടി ഒരുമിച്ച്. പിന്നെ ഇത് സ്നോർക്കലിംഗ് വിത്ത് ഷാർക്ക്, ഇതും നമുക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓൾറെഡി സ്നോർക്കലിംഗ് നമ്മുടെ പാക്കേജ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ സ്നോർക്കലിംഗിന്റെ ആക്ഷൻ എടുക്കാതെ ഇനിയിപ്പോ നമ്മൾ വീണ്ടും പേ ചെയ്തിട്ട് സ്നോർക്കലിംഗും പിന്നെ ചെയ്തിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സ്നോർക്കലിംഗ് അവർ കൊണ്ടുപോകും. പിന്നെ ബാക്കി അതിൽ നമുക്ക് മിസ്സാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഷാർക്കിന്റെ കൂടിയുള്ള കുറച്ച് വീഡിയോസ്. പിന്നെ വാട്ടർ വില്ല മിസ്സാവും. നാളെ ഇതിന് പോയാലോ? നാളെ ഇതിന് പോയ വാട്ടർ വില്ല മിസ്സാവും. പിന്നെ അതിൽ നമുക്ക് ഒറ്റ സാധനം നമുക്ക് മിസ്സാവും, അതായത് ഷാർക്ക് വ്യൂ, അത് മാത്രമേ നമുക്ക് മിസ്സാവും. ബാക്കിയെല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്യുന്നു. പിന്നെ നാളെ അത് പാക്കേജ് എടുത്താൽ വാട്ടർ വില്ല മിസ്സാവും. അപ്പോൾ നമ്മൾ നാളെ വാട്ടർ വില്ല പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അത് നമ്മൾ എടുക്കുന്നില്ല, ഷാർക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ബിക്നി ബീച്ച് ഇവിടെ. അതായത് കാൻഡിൽ ലൈറ്റ് ഡിന്നർ അതുപോലത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സ്ഥലം തോന്നുന്നു. മീൻസ് കുറെ ഐറ്റംസ് ഉണ്ട് എല്ലാം ഇവിടുത്തെ.